പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെയും എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. എന്നെ അങ്ങയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന മാത്രം സംസാരിക്കുവാനും അവിടുത്തെ വചനം മാത്രം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനും അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. എന്നെ ശ്രവിക്കുന്ന ഈ മക്കൾക്ക് അങ്ങയുടെ വചനം ഗ്രഹിക്കുവാനും ആ വചനമനുസരിച്ച് അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാനും ദൈവമേ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയുടെ ആനന്ദത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയാണ്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ആനന്ദം നഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നു. അതിൻ്റെ കാരണം ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ ചെയ്ത പാപമാണ്. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. അനുദപിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നല്ലൊരു അനുതാപത്തോടുകൂടി എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് വിശുദ്ധിയുടെ ആനന്ദം തിരികെ കിട്ടുവാനും അങ്ങനെ ആനന്ദത്തിൽ എന്നുമെന്നും ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കാരണം പാപമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് വിശുദ്ധിയുടെ ആനന്ദത്തിൽ ജീവിക്കാനായിട്ടാണ്, എന്നുമെന്നും ആ ആനന്ദത്തിൽ ജീവിക്കാനായിട്ട്. എന്നാൽ പാപം നമ്മുടെ ആനന്ദം നമ്മിൽ നിന്ന് തട്ടിക്കളഞ്ഞിരിക്കുന്നു. അതിനൊരു മാർഗം അനുതാപമാണ്. അനുതാപത്തിലൂടെ നാം യേശുവിലേക്ക്, ദൈവത്തിലേക്ക് തിരിച്ചു വരിക. പലപ്പോഴും നാം ചിന്തിക്കും, എൻ്റെ അനുതാപം ശരിയായോ? ഞാൻ കുമ്പസാരിച്ചത് ശരിയായോ? ഈശോൻ്റെ പാപങ്ങൾ ക്ഷമിച്ചോ? എൻ്റെ രക്ഷ എനിക്ക് തിരികെ കിട്ടുമോ? അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിന് വ്യക്തമായ അടയാളം നൽകും. ഈശോ നമുക്ക് രക്ഷ നൽകിയതിന് വ്യക്തമായ അടയാളം നൽകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ കൂടെ ജീവിക്കുന്നവനുമാകുന്നു. എന്നാൽ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വം എൻ്റെ കണ്ണുകൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫകളിലൊരാൾ ബലിപീഠത്തിൽ നിന്നൊരു തീക്കനലുമായിട്ട് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അതെൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇവ നിൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന് ഈ അനുഭവം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോഴാണ്. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ പ്രവാചകൻ മനസ്സിലാക്കി, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവനും അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ കൂടെ ജീവിക്കുന്നവനുമാകുന്നു. എപ്പോഴാണ് അത്? ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു കഴിഞ്ഞപ്പോൾ. ദൈവമക്കളെ, നമ്മളെ തന്നെ മറ്റാരുമായി താരതമ്യപ്പെടുത്തരുത്. നാം താരതമ്യപ്പെടുത്തേണ്ടത് ഈശോയുടെ, ദൈവത്തിൻ്റെ വിശുദ്ധിയായിട്ടാണ്. അപ്പോഴാണ് ഞാൻ ആരാണ്, എന്താണെന്ന് നാം മനസ്സിലാക്കുന്നത്. എൻ്റെ കുടുംബത്തിലുള്ള ജീവിത പങ്കാളിയായിട്ടോ മക്കളായിട്ടോ മാതാപിതാക്കളായിട്ടോ എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്നവരായിട്ടോ ഞാൻ താരതമ്യപ്പെടുത്തുമ്പോൾ അവരെക്കാൾ ഞാൻ നല്ലവനായിരിക്കാം. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആരുമായിട്ട് വഴക്കുണ്ടാക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല. ഒത്തിരി നല്ല ഗുണങ്ങൾ എനിക്ക് കാണാൻ സാധിക്കും. എങ്ങനെ? ഞാൻ മറ്റുള്ളവരുമായിട്ട്, എൻ്റെ കൂടെ ജീവിക്കുന്നവർ, എൻ്റെ സമൂഹത്തിലുള്ളവർ, അവരുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുമ്പോൾ. പക്ഷേ ഞാൻ താരതമ്യപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ വിശുദ്ധിയായിട്ടാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ഞാൻ എത്രയോ നികൃഷ്ടനായൊരു ജീവിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടും. അമ്മ ത്രേസ്യ വിളിച്ചു പറയാറുണ്ട്, ഞാൻ വലിയൊരു പാപിയാണേ, ഞാൻ വലിയൊരു പാപിയാണേ എന്ന്. അമ്മ ത്രേസ്യ പാപിയായിട്ടാണോ? അമ്മ ത്രേസ്യ നുണ പറയുമോ? ഇല്ല. ഈശോയുടെ സ്നേഹം, ദൈവത്തിൻ്റെ ആ പരിശുദ്ധി, അത് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ മുന്നിൽ, ഈശോയുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുന്നിലാണ് ഇത്രയും വലിയൊരു വിശുദ്ധ വിളിച്ചു പറയുന്നത്, ഞാൻ വലിയൊരു പാപിയാണേ, ഞാൻ വലിയൊരു പാപിയാണേ എന്ന്. സത്യമാണ്. എത്ര വലിയ വിശുദ്ധിയാണെങ്കിലും വിശുദ്ധനാണെങ്കിലും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുന്നിൽ
നമ്മളൊരു നികൃഷ്ട ജീവിയാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. അതുകൊണ്ട് നമ്മൾ മറ്റാരുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അങ്ങനെ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നാം വഴിതെറ്റിപ്പോകും. ഞാൻ വിചാരിക്കും ഞാൻ വലിയവനാണ്, അഹങ്കാരം എന്നെ വലിച്ചു മുറുക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് നാം താരതമ്യപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ വിശുദ്ധിയായിട്ടാണ്, ഈശോയുടെ പരിശുദ്ധിയായിട്ടാണ്, അവിടുത്തെ സ്നേഹമായിട്ടാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവനും അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ കൂടെ ജീവിക്കുന്നവനുമാകുന്നു. അപ്പോൾ സെറാഫുകളിലൊരാൾ പറന്നു വന്ന് ബലിപീഠത്തിൽ നിന്ന് ഒരു തീക്കല്ലെടുത്ത് പ്രവാചകന്റെ ആദരത്തിൽ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ദൈവത്തിനൊരു നിമിഷം മതി നമ്മുടെ മാലിന്യം നീക്കാനായിട്ട്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട്. പക്ഷേ ഒരടയാളം അവിടെ നിന്ന് കൊടുക്കുന്നു. പാപം ക്ഷമിച്ചതിൻ്റെ അടയാളം ആധരങ്ങൾ ഇതിൽ സ്പർശിച്ചപ്പോൾ ഒരടയാളമാണ്. ഒരടയാളത്തിലൂടെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു, കയൻ പറയുന്നു, എന്നെ കാണുന്നവർ കൊല്ലാൻ ശ്രമിക്കും. ദൈവം പറഞ്ഞു, ഇല്ല, നിന്നെ ആരും കൊല്ലില്ല, കായേനെ ആരും കൊല്ലരുത്. ദൈവം അവൻ്റെ നെറ്റിത്തടത്തിൽ ഒരടയാളം ഇട്ടു. കായേനെ ആരും കൊല്ലാൻ പാടില്ല. ഒരടയാളം, അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതിൻ്റെ അടയാളം. ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതിൻ്റെ അടയാളം അവനിട്ട് കൊടുത്തു. ഈ അടയാളം പ്രവാചകനിൽ അവൻ്റെ ആദരങ്ങൾ സ്പർശിച്ച അതേ അടയാളം, കായേന് കൊടുത്ത അതേ അടയാളം, അതേ അടയാളമാണ് കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വൈദികൻ, നിന്റെ പാപം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഐ അബ്സോൾവ് യുവർ സിൻ, നിന്റെ പാപം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. വ്യക്തമായൊരടയാളം. ആ അടയാളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാം, എൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് കർത്താവ് രക്ഷ നൽകിയിരിക്കുന്നു. ആ അടയാളം കിട്ടണം, ആ അടയാളം കിട്ടണം, വ്യക്തമായിട്ട് കിട്ടണം. നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ആ അടയാളം കിട്ടണം. ചില മനുഷ്യർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പാപം ദൈവത്തോട് നേരിട്ടങ്ങ് പറഞ്ഞേക്കുകയാണെന്ന്. എന്തിനാ വെറുതെ ഒരു വൈദികൻ്റെ അടുത്ത് പോയി പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സഭയില്ലാത്തോടത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ദൈവത്തോട് നേരിട്ടങ്ങ് പറയുന്നു എന്ന് പറയാം, അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ പാപം ക്ഷമിക്കപ്പെടുകയില്ല. പാപം ക്ഷമിക്കപ്പെടുകയില്ല. പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ഒരു വൈദികൻ്റെ അടുത്ത് പാപങ്ങൾ ഏറ്റുപറയണം. അവിടുന്ന് വ്യക്തമായ അടയാളം, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യക്തമായ അടയാളം ലഭിക്കണം. അപ്പോൾ മാത്രമേ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ. നേരിട്ട് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല, പക്ഷേ പാപം ക്ഷമിക്കപ്പെടില്ല. പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ അതൊരു വൈദികൻ്റെ അടുത്ത് ഏറ്റുപറയണം. ദാവീദ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന മനുഷ്യൻ. പക്ഷേ ഈ ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം നേരിട്ടിറങ്ങി വന്നോ? വന്നില്ല. ദൈവം ഒരു അഭിഷിക്തനെ അയച്ചു. ആരാണ് അഭിഷിക്തൻ? ആ മനുഷ്യൻ നീ തന്നെ, നാഥാൻ. നാഥാനെ ആ ദാവീദിൻ്റെ അടുത്തേക്കുന്നു. ആ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന മനുഷ്യനായിട്ട് പോലും ഒരഭിഷിക്തനെ, ഒരു മനുഷ്യ വ്യക്തിയെ അയച്ചുകൊണ്ടാണ് നാഥാൻ ആ ദാവീദിനോട്, ദൈവം ദാവീദിനോട് അവൻ്റെ പാപത്തെക്കുറിച്ച് പറയുന്നത്. ആ മനുഷ്യൻ നീയാണ്. ഈ പാപം ചെയ്ത, ഈ രാജ്യത്ത് ഇതുപോലെ ക്രൂരമായൊരു പാപം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ. അവിടെ നാഥാൻ എണ്ണി എണ്ണി പറയുകയാണ് ദാവീദിൻ്റെ ചെയ്തികൾ, അവൻ്റെ ക്രൂരതകൾ. അപ്പോൾ അവൻ പറഞ്ഞു, ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തു പോയി, ഞാൻ എൻ്റെ കർത്താവിനെതിരായിട്ട് പാപം ചെയ്തു പോയി. ദാവീദ് പറയുന്നത്, ഞാൻ ഉറിയായ്ക്കെതിരെ പാപം ചെയ്തതല്ല, ഞാൻ ബെർഷാദയ്ക്കെതിരായിട്ട് പാപം ചെയ്തു എന്നല്ല, ഞാൻ എൻ്റെ കർത്താവിനെതിരായിട്ട് പാപം ചെയ്തു പോയി. അവിടെ യാതൊരു തരത്തിലുള്ള നീതീകരണമില്ല, തന്നെ നീതീകരിക്കുന്നില്ല. അവന് പറയാമായിരുന്നു, ആ സ്ത്രീയെ ഞാൻ വിളിച്ചപ്പോൾ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ നിമിഷത്തിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു, എനിക്കൊരു പ്രലോഭനം ഉണ്ടായത് കൊണ്ടാണ്. ഒന്നും പറയുന്നില്ല. എല്ലാം ആ കുറ്റവിചാരണയും പണിഷ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത് ഈ നാഥാൻ തന്നെയാണ്. അപ്പോൾ പറയുന്നു, ഞാൻ എൻ്റെ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. അപ്പോൾ പ്രവാചകൻ നാഥാൻ പറയുന്നു, നിന്റെ പാപത്തെക്കുറിച്ച് നീ അനുതപിച്ചുകൊണ്ട് നിന്റെ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. കണ്ടോ, വിചാരണതയും അതുപോലെ തന്നെ ശിക്ഷയും എല്ലാം നടപ്പാക്കുന്നൊരു മനുഷ്യനിലൂടെ തന്നെയാണ്.
അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചാൽ, ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞുകൊള്ളാം എന്ന് ചിന്തിച്ചാൽ അത് വളരെ അബദ്ധമായിട്ടുള്ള ചിന്തയാണ്. പാപം ക്ഷമിക്കില്ല. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ 20:23, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിച്ചിരിക്കും. ഈശോ സഭയ്ക്ക് അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. സഭ ഓരോ വൈദികനും അധികാരം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ വൈദികനിലൂടെ മാത്രമേ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്കിടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, വ്യക്തമായി മനസ്സിലാക്കുക, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിന് വ്യക്തമായ അടയാളം ദൈവം നൽകും. പ്രവാചകന്റെ അതരത്തിൽ സ്പർശിച്ചു കൊണ്ട് കൊടുത്ത അടയാളം, കായേന്റെ നെറ്റിത്തറത്തിൽ സ്പർശിച്ചുകൊണ്ട് കൊടുത്ത അടയാളം, അതേ അടയാളം കുമ്പസാരക്കൂട്ടിൽ ഇരുന്നു കൊണ്ട് പുരോഹിതൻ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അനുതാപത്തോടു കൂടി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ആ പുരോഹിതൻ നമുക്ക് പാപമോചനം നൽകുന്നു. അപ്പോൾ നമുക്ക് ആ ഹൃദയത്തിൽ ആനന്ദിക്കാം, എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു, ഇനി ആ പാപം നിലനിൽക്കുന്നില്ല, ക്ഷമിച്ചിരിക്കുന്നു. വ്യക്തമായ അടയാളം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്ക് പോയി കുമ്പസാരിക്കാം, നമുക്ക് നല്ല ജീവിതം നയിക്കാം. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15:15 പറയുന്നു, നീ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നിനക്ക് നന്നായിട്ട് കൽപ്പനകൾ പാലിക്കാം. വിശ്വസ്തതാപൂർവ്വം ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. നീ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഇത് നിന്റെ സ്വാതന്ത്ര്യമാണ്. ആരും ഇതിൻ്റെ അകത്ത് ഇടപെടില്ല. നീ കുമ്പസാരിച്ചോ, നീ പാവങ്ങളേറ്റു പറഞ്ഞോ, ഇതൊന്നും ആരും ചോദിക്കാൻ പറ്റില്ല. നിന്റെ സ്വാതന്ത്ര്യമാണ്. ഇത് പലപ്പോഴും ചില മീഡിയയിലൂടെ എല്ലാം നമ്മുടെ ഈ പരിശുദ്ധവും പരിപാവനമുള്ള ആയിട്ടുള്ള ഈ കൂതാശകളെ എടുത്ത് അതിനെ ചവിട്ടിക്കൂട്ടുന്ന രംഗങ്ങളെ കാണുന്നുണ്ട്. എത്രയോ വലിയ തിന്മയാണത്, എത്രയോ വലിയ തിന്മ. ആരാണ് നമ്മളെ നിർബന്ധിക്കുന്നത് പള്ളിയിൽ പോകാനായിട്ട്? ആരാണ് നമ്മളെ നിർബന്ധിക്കുന്നത് കുമ്പസാരിക്കാൻ? ആരും നിർബന്ധിക്കുന്നില്ല. ഓരോ വ്യക്തിയും നിനക്ക് മനസ്സ് ഉണ്ടെങ്കിൽ, നിനക്ക് വേണമെങ്കിൽ നീ കുമ്പസാരിക്കുക. നിന്റെ പാപങ്ങൾ ഇറക്കി വെക്കാനായിട്ട് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം നമ്മളെ ആ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നാം എങ്ങനെ തിരഞ്ഞെടുക്കണു എന്നുള്ളതാണ്. നിനക്ക് നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ആരും നിന്നെ നിർബന്ധിക്കില്ല. കുമ്പസാരിക്കാൻ ആരും നിർബന്ധിക്കില്ല. നന്മ ചെയ്യാൻ ആരും നിർബന്ധിക്കില്ല. പാപത്തിന്റെ വഴിയിലെപ്പോഴും പോണോ, അത് നിന്റെ ഇഷ്ടം, നിന്നെ. പക്ഷേ നിനക്ക് സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്ന് വരെ ഈ ഭൂലോകത്ത് പാപം ചെയ്ത മനുഷ്യരാരും സന്തോഷത്തോടെയോ സമാധാനത്തോടെയോ ജീവിച്ചിട്ടില്ല. ഇത്രയും നാൾ ജീവിച്ച എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഇത് തന്നെയാണെങ്കിൽ നിന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. എങ്കിൽ നിന്റെ പാപത്തിന് കർത്താവിന് നിനക്ക് മോചനം നൽകി നിന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ആ രക്ഷ നീ സ്വീകരിക്കുന്നോ വേണ്ടയോ അത് നിന്റെ തീരുമാനമാണ്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം. വിശ്വസ്തതാപൂർവ്വം ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. സഖ്യവൂസിന് ഈശോയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, സഖ്യവൂസ് ഉയരം കുറഞ്ഞ മനുഷ്യനായിരുന്നു. രണ്ടാമത്, ജനക്കൂട്ടത്തിൽ മധ്യ നിന്നുകൊണ്ടാണ് സഖ്യവൂസ് ഈശോയെ നോക്കിയത്. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ, 2 ഓപ്ഷൻ എന്ത് വേണമെങ്കിലും. ഒന്നുകിൽ അവിടെ നിന്ന് മാറി നിന്ന് നോക്കാം, അല്ലെങ്കിൽ സഖ്യവൂസിന് ഇങ്ങനെ ചിന്തിക്കാം, ഓക്കെ ഇപ്പോൾ ഈശോയെ കാണാനായിട്ട് ഈ തിരക്കിൽ പോകുന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും കാണാം, വിട്ടുപോകാം. സ്വാതന്ത്ര്യമുണ്ട് എന്ത് വേണമെങ്കിലും ഈ തടസ്സം മാറ്റുവാനായിട്ട്. പക്ഷേ സഖ്യവൂസ് തിരഞ്ഞെടുത്തത് ആദ്യത്തേതാണ്. കാണണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ജനക്കൂട്ടിൽ നിന്ന് മാറി ഓടിപ്പോയി ആ സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയെന്ന് ഈശോയെ നോക്കി. നമുക്കും പലപ്പോഴും ഈശോയെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദൈവാനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് തന്നെയാണ് കാരണം. പൊക്കം കുറഞ്ഞ മനുഷ്യരാണ് നമ്മൾ, ഉയരം കുറഞ്ഞ മനുഷ്യർ. സമൂഹത്തിലൊക്കെ നമ്മൾ വലിയ വലിയ ആളുകളായിരിക്കും, വലിയ പണക്കാരായിരിക്കും, സാമൂഹികമായിട്ട് വലിയ വലിയ നിലയിലായിരിക്കും. പക്ഷേ ആത്മീയമായിട്ട് നമ്മൾ ചെറിയ മനുഷ്യരാണ്. നമുക്ക് ഈശോയെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ജനക്കൂട്ടത്തിന് മധ്യേ നിന്നുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ആകുലതകൾ, ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈശോയെ നോക്കുമ്പോൾ നമുക്ക് ഈശോയെ കാണാൻ സാധിക്കുന്നില്ല. ഇതിനെല്ലാം ഒന്ന് മാറി നിൽക്കണം. മാറി നിന്ന് സഖ്യവൂസിനെ പോലെ ഈശോയെ കാണണം. ഉയരം കുറഞ്ഞ മനുഷ്യരായിട്ടുള്ള നമ്മൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയവരാണെങ്കിലും ആത്മീയമായിട്ട് ചെറുതായുള്ള മനുഷ്യർ, ആത്മീയമായിട്ട് നമുക്ക് വളരണം. അപ്പോഴാണ് നമുക്ക് ഈശോയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ സഖ്യവൂസ് ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തത് മാറി നിൽക്കുക, കയറുക. സമറിയക്കാരി സ്ത്രീ, അവൾ വെള്ളം കോരാൻ വരുന്നതാണ്. ഉച്ചയ്ക്കാണ് വെള്ളം കോരാൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നത്? അവൾ പാപിനിയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനായിട്ട് ലജ്ജ. ഉച്ച സമയത്താണെങ്കിൽ ആരും അവിടെ കാണില്ല. അതുകൊണ്ടാണ് അവൾ ഉച്ച സമയത്ത് വെള്ളം കോരാൻ വന്നത്. ഈശോ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
ഈശോ അവളോട് പറഞ്ഞു, സംസാരിക്കാൻ തുടങ്ങി. അവൾക്ക് വേണമെങ്കിൽ അവിടെയും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പറയാം, നീ ഒരു യഹൂദനാണ്, ഞാൻ ഒരു സമറിയക്കാരി, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ വിട്ടുപോകാം. പക്ഷേ അവൾ അങ്ങനെ പോയില്ല. അവൾക്ക് മനസ്സിലായി ഇതൊരു ദൈവ മനുഷ്യനാണ്, സാധാരണ യഹൂദനല്ലെന്ന് മനസ്സിലായി. അവൾ ആ ഓപ്ഷൻ, ഈശോയെ അറിയുവാനായിട്ട് അവൾ സംസാരിച്ചു. അപ്പോൾ ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഞാനാണ് മിശിഹ, ആ മിശിഹ ഞാൻ തന്നെയാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അത് മനസ്സിലാക്കിയപ്പോൾ അവൾ ഓടുകയാണ് പട്ടണത്തിലേക്ക്. അന്ന് വരെ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരുന്നവൾ അതാ പരസ്യമായിട്ട് പട്ടണത്തിലേക്ക് പോയി, ഇതാ ഞാൻ ഈ മനുഷ്യനെ മിശിഹായെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ മിഷണറിയായി. എവിടെയാണ് ആ ഓപ്ഷൻ, ആ സ്വാതന്ത്ര്യം അവൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കുമുണ്ട് സ്വാതന്ത്ര്യം, നമുക്കെല്ലാവർക്കുമുണ്ട് സ്വാതന്ത്ര്യം. നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ, ഒരു മദ്യപാനിക്ക് അത് തുടരണോ വേണ്ടയോ, കുറ്റം പറയുന്ന മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവമുള്ളൊരു വ്യക്തിക്ക് അതുപോലെ കുറ്റം പറയണോ വേണ്ടയോ, ഓരോ നിമിഷത്തിലും ഓരോ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും നമ്മളിതുപോലൊരു തിരഞ്ഞെടുപ്പാണ്. നല്ലത്, നന്മ വേണോ തിന്മ വേണോ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാം എങ്ങനെ തിരഞ്ഞെടുക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം, യാതൊരു സംശയമില്ല. നിനക്ക് നന്മ ചെയ്യണമെങ്കിൽ, നിനക്ക് മാനസാന്തരം വരണമെങ്കിൽ, നിനക്ക് കുമ്പസാരിക്കണമെങ്കിൽ നമുക്കത് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വേണ്ടേ? വേണ്ട. അതിനുള്ള വിശ്വാസവും അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഒരിക്കൽ ഒരു വികാരിയച്ഛൻ ചരമപ്രസംഗം പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ കണ്ണ് നിറഞ്ഞുപോയി. ആ മരിച്ച മനുഷ്യൻ കുറേ നാൾ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ ആ മനുഷ്യനെ പള്ളിയിൽ കൊണ്ടുവന്ന് കുമ്പസാരിപ്പിക്കാനായിട്ട്. കുമ്പസാരം കഴിഞ്ഞ് അപ്പനെ അദ്ദേഹം കൊണ്ടുവന്ന് കാറിലിരുത്തി. അതിനുശേഷം ആ മകൻ ചെന്ന് വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛാ, അപ്പന് കുറേ നാളായിട്ട് ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അപ്പന് പലപ്പോഴും കേൾവിക്കുറവൊക്കെ ഉണ്ടായിരുന്നു, പലതും നമ്മൾ പറയുന്നു അപ്പം കേൾക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പ്രായശ്ചിത്തം ഒരുപക്ഷെ അപ്പൻ കേട്ട് കാണില്ല. അതുകൊണ്ട് ആ പ്രായശ്ചിത്തം പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പന് വേണ്ടി ആ പ്രായശ്ചിത്തം ഞാൻ ചെയ്യാം. സ്വന്തം പിതാവിന്, മരണത്തോടടുത്തിരിക്കുന്ന ആ പിതാവിന് പൂർണ്ണമായിട്ടും ഒരു രക്ഷ കൊടുക്കുവാനായിട്ട് ആ മകൻ അപ്പൻ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തം എന്നോട് പറയുകയാണെങ്കിൽ ഞാനത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വികാരിയച്ഛൻ്റെ മുന്നിൽ കരുണയ്ക്ക് വേണ്ടി ആ പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന മകൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് വെളിച്ചം പൂർണ്ണമായും കെട്ടുപോയിട്ടില്ല. കൈത്തിരിയുമായിട്ട് മുന്നേ നടക്കുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. പലയിടത്തും അന്ധകാരത്തിൻ്റെ തുരുത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും നമുക്കും കൈത്തിരിയുമായിട്ട് വെളിച്ചമായിട്ട് മുന്നേ പോകുന്ന പലരെയും ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മളാരെയും വിമർശിക്കേണ്ട. ഒത്തിരിയേറെ അന്ധകാരമുണ്ട്, തെറ്റുകളുണ്ട് ഈ സമൂഹം. നമുക്ക് ആരെയും വിമർശിക്കേണ്ട, അന്ധകാരത്തെ പഴിക്കേണ്ട കാര്യമില്ല. ദീപം തെളിക്കുക. നമ്മളെ ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദീപം തെളിക്കാൻ വേണ്ടിയിട്ടാണ്, അന്ധകാരത്തെ പഴിക്കാൻ വേണ്ടിയിട്ടില്ല. അന്ധകാരത്തെ പഴിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ദീപം തെളിക്കുക. അപ്പോൾ നാം കാണിക്കുന്ന ആ ദീപത്തിലൂടെ ഒത്തിരി പേര് മുന്നോട്ട് പോകും. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി അതുപോലെ കൈത്തിരിയുമായിട്ട് വെളിച്ചം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ വെളിച്ചം കാണിക്കുക. ഇനി പലപ്പോഴും നമ്മുടെ പ്രശ്നം, എപ്പോൾ ഞാൻ അനുദപിക്കണം, അതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് മതിയോ, 2 വർഷം കഴിഞ്ഞിട്ട് മതിയോ, എപ്പോൾ ഞാൻ അനുദപിക്കണം? അതിനെക്കുറിച്ച് പലപ്പോഴും പലരും ഒത്തിരിയേറെ ചിന്താക്കുഴപ്പത്തിലാണ്. കാരണം ഈ പാപത്തിൻ്റെ ഫലമായിട്ട് ജീവിതം കുറേ സന്തോഷം കൊടുക്കുന്ന ഒരു ജീവിതമാണ്. അതായത് ഈ മയക്കുമരുന്ന് കഴിച്ചിട്ടുള്ള ഒരു സുഖം പോലെ, ഒരു തരത്തിലുള്ള അവർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, വേറൊരു ലോകത്താണല്ലോ മയക്കുമരുന്ന് കഴിക്കുന്നവർ ജീവിക്കുന്നത്. അതുപോലുള്ളൊരു സുഖത്തിലാണ് ജീവിക്കുന്നത്, പാപത്തിൻ്റെ ആ സുഖം. അതിൽ നിന്ന് വിട്ടുമാറാനായിട്ടൊരു മടി. അതുകൊണ്ട് ഞാൻ 1 വർഷം കൂടി കഴിയട്ടെ, 2 വർഷം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് ആ മാനസാന്തരപ്പെടാനായിട്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും വിലാപത്തോടും കണ്ണുനീരോടും കൂടി എന്നിലേക്ക് തിരിച്ചു വരിക. നിന്റെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. ഇപ്പോഴെങ്കിലും നീ കണ്ണുനീരോടും വിലാപത്തോടും കൂടിയിട്ട്
എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക, ഞാൻ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാം. നിൻ്റെ ഹൃദയമാണ് കീറേണ്ടത്, നിൻ്റെ വസ്ത്രമല്ല കീറേണ്ടത്. എന്താ അർത്ഥം? ഇപ്പോഴെങ്കിലും. അതിൻ്റെ അർത്ഥം നമ്മുടെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കുന്ന ഏത് നിമിഷമാണോ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. നാളത്തേക്കോ അടുത്ത വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഒരിക്കലും നീട്ടിക്കൊണ്ട് പോകരുത്. എൻ്റെ പോക്ക് ശരിയല്ല, ഞാൻ സത്യത്തിൻ്റെ മാർഗത്തിലൂടെയല്ല പോകുന്നത് എന്ന് ഏത് നിമിഷം എനിക്ക് ബോധ്യപ്പെടുന്നോ ആ നിമിഷം ഞാൻ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അല്ലാതെ മുന്നോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ അത് അപകടത്തിലേക്കാണ് പോകുന്നത്, വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കർത്താവ് ചിലപ്പോൾ നമ്മളൊരു ധ്യാനം കൂടുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു അപകടത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു കുമ്പസാരത്തിലൂടെ ആയിരിക്കും നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്നത്. പക്ഷേ അവിടെ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്കൊരു അവസരം കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നമ്മുടെ പാപത്തെക്കുറിച്ച് നാം ബോധ്യമാകപ്പെടുന്ന ആ നിമിഷം, എൻ്റെ പോക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ആ നിമിഷം ഞാനവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ഒരിക്കലും സഹോദരൻ പറയുകയാണ്, ഇപ്പം എനിക്ക് സമയമായില്ല, ഒരു 5-10 വർഷം കഴിയട്ടെ, അന്നേരം ഞാൻ 5-10 വർഷം. നാളെ രാവിലെ നമ്മളുണ്ടാകുമെന്ന് ആരറിഞ്ഞു? എത്രയോ ചെറുപ്പക്കാർ ഓരോ ദിവസവും നമ്മൾ നേരം വെളുത്ത് പത്രം തുറക്കുമ്പോൾ മരണവാർത്ത കാണുന്നു. എത്രയോ മനുഷ്യർ, മരണത്തിന് മാത്രം പ്രായമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും നമ്മളിവിടെ ഒരു 80-90 വർഷമൊക്കെ ജീവിക്കുന്നവരുണ്ടാകാം. പക്ഷേ അത് മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏത് നിമിഷമാണോ ബോധ്യം വരുന്നത് ആ നിമിഷം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ എൻ്റെ ചേട്ടനെ ഒന്ന് ഉപദേശിക്ക്, കാരണം അദ്ദേഹം ഇപ്പോൾ ബൈബിളും കൊന്തയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോഴും പള്ളിയിലാണ്. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ആകെ അധോഗതിയിലാവും, കാരണം 2 പെമ്പിളേരെ കെട്ടിക്കാനുണ്ട്, അതോടെ കഴിഞ്ഞിട്ട് ചേട്ടൻ എന്ത് വേണമെങ്കിലും വായിക്കോ. ചേട്ടനൊരു ധ്യാനം കൂടിയപ്പോൾ ചേട്ടൻ്റെ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലായി. നല്ല രീതിയിലുള്ള ബിസിനസ്സൊന്നും അല്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ അതങ്ങ് നിർത്തിയേക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചേട്ടത്തി പറയുകയാണ്, ഇപ്പം നിർത്താൻ പാടില്ല, കുറച്ച് നാളൂടെ കഴിയട്ടെ, മക്കളെ 2 ഒന്ന് കെട്ടിച്ചയക്കട്ടെ, അതിനുശേഷം ആയിക്കോട്ടെ എന്ന്. നോ, നമ്മുടെ പാപ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ലഭിക്കുന്ന ആ നിമിഷത്തിൽ നമ്മൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു അവസരം കിട്ടിയെന്ന് വരില്ല. പ്രിയ ദൈവമക്കളെ, കർത്താവ് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് അനുതാപത്തിലൂടെ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട്. അത് വ്യക്തമായ അടയാളം അവിടെ നിന്ന് നൽകുന്നു. നമ്മുടെ പാപത്തെക്കുറിച്ച്, നമ്മുടെ പാപജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുമ്പോൾ അപ്പം തന്നെ പോയി നല്ലൊരു കുമ്പസാരം നടത്തുക. ആ കുമ്പസാരക്കൂട്ടിൽ ആ വൈദികൻ നമ്മുടെ പാപങ്ങൾ മോചിച്ചുകൊണ്ട്, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം നൽകും, നമ്മുടെ പാപങ്ങൾ മോചിക്കും. അത് വ്യക്തമായ ഒരു അടയാളമാണ്. നാം ഒരിക്കലും ചിന്തിക്കരുത് ദൈവം നേരിട്ട് നമ്മുടെ പാപം ക്ഷമിക്കുന്നു. ഇല്ല, ദൈവം എപ്പോഴും ഒരു മനുഷ്യനിലൂടെയാണ്, അഭിഷിക്തരിലൂടെയാണ്, അവർക്കാണ് അധികാരം കൊടുത്തുകൊണ്ട് പാപം ക്ഷമിക്കുന്നത്. ഇനി എപ്പോൾ ഞാൻ അനുതപിക്കണം, അതിനൊരു സംശയം വേണ്ട. ഏത് നിമിഷമാണോ എൻ്റെ പാപത്തെക്കുറിച്ച് കർത്താവ് എനിക്ക് ബോധ്യം നൽകുന്നത് ആ നിമിഷം എൻ്റെ പാപം വിട്ട് ഞാൻ എൻ്റെ പുതിയ ജീവിതം ആരംഭിക്കണം. അല്ലെങ്കിൽ നാളേക്ക് മാറ്റിവെച്ചാൽ നാളെ ഉണ്ടായെന്ന് വരില്ല. ജീവിതത്തിൽ നമ്മുടെ അനുഭവം ഇന്നാണ്, നാളെ നമുക്കുണ്ടാകുന്നു വരില്ല. അതുകൊണ്ട് ആ നിമിഷം തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്മാറി പുതിയൊരു ജീവിതം ആരംഭിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നെ ശ്രമിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ഭാരവും വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആരെങ്കിലുമൊക്കെ സഹോദരങ്ങൾ ഇതിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പാപമെല്ലാം ഒന്ന് ഇറക്കി വെച്ച് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാനുള്ള കൃപ നീ ഇവർക്ക് നൽകണമേ. പാപം വലിച്ചുകൊണ്ട് നടന്നവർ മടുത്തിരിക്കുകയാണ്. ഈ നിമിഷം അവരൊരു തീരുമാനമെടുക്കട്ടെ. ഉടനെ തന്നെ കുമ്പസാരിച്ച് വ്യക്തമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ആ പാപമെല്ലാം മോചിക്കപ്പെട്ട് സ്വതന്ത്രമായ മനസ്സോടും ഹൃദയത്തോടും ശരീരത്തോടും കൂടി പരിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, അങ്ങനെ അവിടുന്ന് പ്രദാനം ചെയ്യുന്ന ആ വിശുദ്ധിയുടെ ആനന്ദം അവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഞങ്ങൾക്കെല്ലാവർക്കും അത് അനുഭവിക്കാൻ സാധിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.